ഇത് നാച്ചുറലായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കണേ. ഡൈ മാത്രമല്ല, മുടി നല്ല തഴച്ച് വളരാൻ ഉപകരിക്കുന്ന ഒരു പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തേച്ച് ഡൈയും ആകും, നമ്മുടെ മുടി നല്ലപോലെ സമർത്ഥമായിട്ട് വളരുകയും ചെയ്യും. ഇതുണ്ട്, നല്ല ചൂടോടെ ഞാനിത് ഇങ്ങോട്ട് പാത്രത്തിലിട്ട് വെച്ചാണ് കൈ കൊണ്ട് കോരി തലയിൽ തേച്ചങ്ങ് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും കഴുകിക്കളയുക. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്യുക. ഈ 2 കൂട്ടം സാധനം മാത്രമേ ഉള്ളൂ, വേറെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. നമുക്കിത് എളുപ്പത്തിനുണ്ടാക്കി തലയിൽ തേക്കാൻ പറ്റും. ഹെയർ ഡൈ ആണ്. ഹെയർ നല്ല പോലെ വളരാൻ ഉപകരിക്കും. നമുക്ക് ഒരിക്കലും ഒരു അലർജി ഉണ്ടാകണമല്ല, തലനീരിളക്കോ ഒന്നും ഉണ്ടാകണ സാധനമല്ല. കരിഞ്ജീരകം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം ആദ്യം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കരിഞ്ജീരകമാണ്. ഇതൊരു 4 സ്പൂണോളം ഉണ്ട്. നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കും. കരിഞ്ജീരകമൊക്കെ മുടികൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് കരിഞ്ജീരകം. കരിഞ്ജീരകം ഇട്ട് എണ്ണ കാച്ചണ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു, നല്ലെണ്ണം ഉപയോഗിച്ച് എണ്ണ കാച്ചണത് കാണിക്കാനായിട്ട്, മുടി വളരാനായിട്ട്. അത് കാണിക്കാം കേട്ടോ. എണ്ണ വാങ്ങിയില്ല, അത് ഞാൻ കാണിക്കാത്തത്. നമുക്ക് ഇത് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. മുടി നല്ല കറുത്തും വരും, മുടി നല്ല തഴച്ചും വളരും. ഈ കരിഞ്ജീരകം ഉപയോഗിച്ച് ഡൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുടി നല്ല കറുത്തും നല്ല തഴച്ചും വളരും. അതാണ് കരിഞ്ജീരകത്തിൻ്റെ പ്രത്യേകത. ഇതുകൊണ്ട് എണ്ണ കാച്ചി മേത്ത് വേദനയുള്ളിടത്തോ ഒക്കെ തേക്കുന്നതൊക്കെ നല്ലതാണ്. നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കണം ആദ്യം. ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിനകത്താണ് ഉണ്ടാക്കിയത് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. ഈ എള്ളൊക്കെ ഇങ്ങനെ പൊട്ടണ പോലെ വേഗം തന്നെ പൊട്ടി നല്ല ഫ്രൈ ആയിട്ട് വരും. തീ കുറച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തീ പിടിക്കും, അങ്ങനെ വല്ലതും ചെയ്യും ചിലപ്പോൾ. ഈ പൊഞ്ഞ് അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിയെടുത്താൽ. ഈ പാത്രം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വയ്ക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ തീ ഇറക്കി വെച്ച് ചൂടാറിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അത് പൊടിച്ചെടുക്കണം, ചൂടാറണം കേട്ടോ. തീ എടുത്ത് വയ്ക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ബീട്രൂട്ട്. ഇതിൻ്റെ ഒരു പകുതി ഇത് തൊണ്ടൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് അരച്ചിട്ട് ഇതിൻ്റെ വെള്ളം അരിച്ചെടുക്കാനുള്ളത് കൊണ്ട് ചെറുതായിട്ട് കണ്ടിച്ചിടുവാണെങ്കിൽ മിക്സിയിൽ അരയ്ക്കാനായിട്ട് എളുപ്പമാണ്. നല്ല നീരുണ്ട് ഇതിനുണ്ട്, നല്ല പച്ച പോലെയല്ലേ ഇരിക്കണേ. മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയ്ക്കകത്തേക്ക് അരിച്ചെടുക്കാം.
മിക്സിയുടെ ജാറും കഴുകിയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തെ കളർ മുഴുവൻ കിട്ടും. അതെ, മൊത്തം ഞെക്കിപ്പിച്ച് എടുക്കാം. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് പൊടിച്ച് നല്ല പോലെ പൊടിച്ചെടുക്കാം. ഞാൻ ആ പാത്രം തന്നെയാണ് അടുപ്പത്ത് വെച്ചേക്കണത്. നമ്മുടെ കരിഞ്ജീരകം പൊടിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ കൂടെ അതിനകത്ത് ചേർക്കണം. ഇതിലേക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് വെള്ളമില്ലേ, അത് ഇതിനകത്തേക്ക് വെച്ചേ. പാത്രം നല്ലപോലെ ചൂടായിരിക്കുമല്ലായിരുന്നു. ഞാൻ ആദ്യം തീ കത്തിച്ചേർന്നു. ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. തിളപ്പിച്ച് നല്ല കുറുക്കി എടുക്കണം. ഇപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ട്. ഇത് നമ്മൾ തേക്കുമ്പോൾ ഉണ്ടല്ലോ, ആഴ്ചയിൽ 2-3 പ്രാവശ്യം തേക്കണം. ഇതുപോലെ പൊടി ഉണ്ടാക്കി വെച്ചാൽ ബീറ്റ്റൂട്ട് വെള്ളം ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് 2-3 ദിവസം ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. അടുപ്പിച്ച് 2-3 ദിവസം തേക്കുവാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഡൈ മേടിച്ച് തേക്കണ പോലെ പെട്ടെന്ന് അങ്ങനെ കറക്കൊന്നുമില്ല. 2-3 പ്രാവശ്യം നമ്മളത് ഉപയോഗിക്കണം, എന്നാലാണ് കറക്കുള്ളൂ. എപ്പോഴും മുടി കറുത്തിരുന്നോളൂ. നമ്മൾ എന്നും ഓരോ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെളുത്ത് വരാതെ ഇരുന്നോളൂ. പെട്ടെന്ന് പരിപാടി കഴിയും. കരിഞ്ജീരകം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് കരിഞ്ജീരകം. ബീറ്റ്റൂട്ട് അതിലും നല്ലതാണ്. വെള്ളമൊക്കെ പറ്റി എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പേസ്റ്റ് രൂപത്തിലാക്കുന്നതാണ് നല്ലത് കേട്ടോ. എളുപ്പത്തിന് ആക്കാം. ഇത്ര മതി. ഇനി ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് പാകമായിക്കോളും. ഇത് നമുക്കിങ്ങനെ കൈ കൊണ്ട് വാരിയിട്ട് തലമുടിയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുക. ഷാമ്പു ഉപയോഗിക്കേണ്ടവർക്ക് ശകലം ലൈറ്റായിട്ടുള്ള ഷാമ്പു ഇല്ലേ, കട്ടി കുറഞ്ഞ ഷാമ്പു ശകലമൊക്കെ ഉപയോഗിച്ച് കഴുകിയേക്കാം. അങ്ങനെ കഴുകിയാൽ ചിലപ്പോൾ പെട്ടെന്ന് തലേന്ന് വേഗം കളറ് അത് ഇറങ്ങി പോകുന്നതാണ് നമ്മളിത് കഴുകുമ്പോൾ ഷാമ്പു ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം. ചിലർക്ക് നിർബന്ധമാണ് താളിയോ ഷാമ്പു എന്തെങ്കിലും തേക്കണം. ചൂടാറി കഴിയുമ്പോഴത്തേനും നല്ല പേസ്റ്റ് രൂപത്തിലാവും. അത് നമുക്ക് കൈ കൊണ്ട് വാരി നമുക്ക് തലയിൽ തേക്കാം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എളുപ്പത്തിനുണ്ടാക്കാനും പറ്റും. തലമുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും. മുടി നല്ല കറുത്തും ഇരിക്കുകയും ചെയ്യും. മുടി വളരാനായിട്ട് വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കുകയും വേണ്ട. മുടി പ്രായമായെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്നും വളർന്നുകൊണ്ടിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.